ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരാമെട്രിക് ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ എടുത്തിട്ടുള്ള പോപ്പുലേഷനെ കുറിച്ചോ അതിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിനെ കുറിച്ചോ ഇൻഫോർമേഷൻസ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡാറ്റകളൊന്നും നമുക്ക് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുക? നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുക. അതായത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആർ അപ്ലൈഡ് വെൻ നോ ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ എബൌട്ട് ദ പോപ്പുലേഷൻ ആൻഡ് ഇറ്റ്സ് പാരാമീറ്റേഴ്സ്. അപ്പം പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പോപ്പുലേഷനെ കുറിച്ചോ മതിയായ ഇൻഫോർമേഷൻസ് നമ്മളെ കയ്യിലില്ലാത്ത സമയത്താണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാം. സോ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെയൊക്കെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്, നമ്മൾ ഏത് ടെസ്റ്റുകളാണ് പൊതുവെ യൂസ് ചെയ്യുക? പാരാമെട്രിക് ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുക. എന്നാൽ അതിൽ നിന്നും മാറി എ നോൺ പാരാമെട്രിക് ടെസ്റ്റ് സംടൈംസ് കാൾഡ് എ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. പ്രത്യേകിച്ച് ഒരു ഡിസ്ട്രിബ്യൂഷനും സ്പെസിഫൈ ചെയ്യാത്ത സിറ്റുവേഷൻ, അതായത് ഡാറ്റകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് അസ്യൂം ചെയ്യാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുക. സോ നമുക്ക് പറയാൻ പറ്റും, ഒരു ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലാത്ത കേസിലാണ് നമ്മൾ പൊതുവേ ഇപ്പോൾ സ്ക്യൂഡ് ആയിട്ടുള്ള കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ചിലപ്പം സ്ക്യൂഡ്, നെഗറ്റീവ് സ്ക്യൂഡ് ആവാം, പോസിറ്റീവ്ലി സ്ക്യൂഡ് ആവാം. അങ്ങനെ ആ രീതിയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടൊന്നും അസംഷൻ ഇല്ലാത്ത ഒരു ടെസ്റ്റാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ എ നോൺ പാരാമെട്രിക് ടെസ്റ്റ് സംടൈംസ് കാൾഡ് ആസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. സോ പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടൊന്നും അസംഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ ചില സമയങ്ങളിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് എന്നുള്ള പേരിലും കൂടെ പറയാറുണ്ട്. ആൻഡ് ഡസ് നോട്ട് അസ്യൂം എനിത്തിങ് അബൌട്ട് ദ അണ്ടർലൈങ് ഡിസ്ട്രിബ്യൂഷൻ. ഏതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിനെ കുറിച്ച് ഒരു അസംഷൻസും അസ്യൂം ചെയ്യാറില്ല എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി മീൻസ് ദാറ്റ് യു നോ ദ പോപ്പുലേഷൻ data does not have a normal distribution. It is usually means that you know the population data does not have a normal distribution. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഡാറ്റ ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലാത്ത കേസിൽ, നമ്മളെ പോപ്പുലേഷൻ ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലാത്ത കേസിലാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. Then in non-parametric test, no assumptions are made regarding the distribution of a population. അത് നമ്മൾ പറഞ്ഞു, പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ട് അസംഷൻസ് ഒന്നും മെൻഷൻ ചെയ്യാത്തതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂഷ്വലി കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ളത് സ്യൂട്ടബിൾ ഫോർ സ്മോൾ സാമ്പിൾ സൈസ്, അതായത് ചെറിയ സാമ്പിൾ സൈസുള്ള ഡാറ്റകളിലൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ദാറ്റ് ഡു നോട്ട് മീറ്റ് പാരാമെട്രിക് ടെസ്റ്റ് കണ്ടീഷൻ. പാരാമെട്രിക് ടെസ്റ്റിൻ്റെ കണ്ടീഷൻസും അസംഷൻസും ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത അല്ലെങ്കിൽ മീറ്റ് ചെയ്യാത്ത ചെറിയ സാമ്പിൾ സൈസുള്ള ഡാറ്റകളിലാണ് കൂടുതലായിട്ടും നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ? നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നോ അസംഷൻ എബൌട്ട് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ഏത് ഡിസ്ട്രിബ്യൂഷനാണെന്നെ കുറിച്ച് അസംഷൻസ് ഒന്നും ഇവിടെ പറയുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ ഡാറ്റ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് എന്ന് നമുക്ക് മനസ്സിലാവാത്ത സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റും. സോ ഹിയർ ഈസ് നോ അസംഷൻസ് എബൌട്ട് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്നുള്ളതിനെ കുറിച്ചുള്ള അസംഷൻസ് ഒന്നും വെക്കുന്നില്ല. ഡാറ്റ ക്യാൻ ഫോളോ എനി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ഡാറ്റ ഏത് ഡിസ്ട്രിബ്യൂഷനും ഫോളോ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലാത്ത ഏത് ഡിസ്ട്രിബ്യൂഷനും ഫോളോ ചെയ്യാനുള്ള
ചാൻസസ് ഉണ്ട്. സോ നോ അസംഷൻ എബൌട്ട് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ഡാറ്റ നമുക്ക് ഇപ്പോൾ ഡാറ്റ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അസ്യൂം ചെയ്യാൻ പറ്റില്ല. സോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡാറ്റ ഏത് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനും ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ഡാറ്റ ടൈപ്സ് എന്നുള്ളതാണ്. നമ്മൾ പാരാമെട്രിക് ടെസ്റ്റുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റ റേഷ്യോ സ്കെയിലോ അല്ലെങ്കിൽ ഇൻ്റർവെൽ സ്കെയിലോ ആവണം എന്നുള്ളത്. എന്നാൽ ഇവിടെ ഡാറ്റ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ടൈപ്പ് ഓഫ് ഡാറ്റ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാൻ ഹാൻഡിൽ ഓർഡിനൽ ഓർ നോമിനൽ ഡാറ്റ. ഇവിടെ ഓർഡിനൽ ഡാറ്റ നമ്മൾക്കറിയാം, നോമിനൽ ഓർഡിനൽ റേഷ്യോ ഇൻ്റർവെൽ സ്കെയിൽസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് ഉണ്ട്. അപ്പം അതിൽ ഓർഡിനൽ, അപ്പോൾ ഒരു ഓർഡർ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നോമിനൽ നെയിം കാറ്റഗറൈസ് ചെയ്യുന്ന ആ രീതിയിലുള്ള ഡാറ്റകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. ആൻഡ് സാമ്പിൾ സൈസ്, സ്മോൾ സാമ്പിൾ സൈസ്, എഫക്റ്റീവ് ഈവൻ വിത്ത് ലിമിറ്റഡ് ഡാറ്റ. അതായത് കുറഞ്ഞ ഡാറ്റ ഉള്ള സാമ്പിളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പിൾ സൈസ് കുറവാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും കുറച്ചും കൂടെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എഫക്റ്റീവ് ആവുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ലിമിറ്റഡ് ഡാറ്റാസ് ഉള്ള കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാം. സോ സ്മോൾ സാമ്പിൾ സൈസ് എന്തായിരിക്കണം, സ്മോൾ ആയിരിക്കണം. സോ ലിമിറ്റഡ് ഡാറ്റ ഉള്ള സമയത്ത് ആണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് റോബസ്റ്റ്നെസ്, സ്യൂട്ടബിൾ ഫോർ ഡാറ്റ വിത്ത് ഔട്ട്ലയേഴ്സ് ഓർ അൺഈക്വൽ വേരിയൻസസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരാമെട്രിക് ടെസ്റ്റിൻ്റെ അസംഷൻസിൽ ഈക്വൽ വേരിയൻസ് ആവണം എന്നുള്ളത്. സോ ഇവിടെ സ്യൂട്ടബിൾ ഫോർ ഡാറ്റ വിത്ത് ഔട്ട്ലയേഴ്സ് അല്ലെങ്കിൽ അൺഈക്വൽ വേരിയൻസ് ഉള്ള ഡാറ്റകളാണെങ്കിൽ നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ അതിൽ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നൊന്നുമില്ല, നമുക്ക് പ്രോബ്ലമോ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഏതൊക്കെയാണെന്നുള്ള ടൈപ്പ് ഒരു 3-4 ടൈപ്പ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് മാൻ വിറ്റ്നെ യു ടെസ്റ്റ് ആണ്. മാൻ വിറ്റ്നെ യു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരാമെട്രിക്കിൽ 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പുകൾ വരുന്ന സമയത്ത് അവരുടെ മീൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യാറുള്ളത്. സോ ഇവിടെ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാൻ വിറ്റ്നെ യു ടെസ്റ്റ്. സോ നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ, അതായത് പാരാമെട്രിക്കിൽ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ് മാൻ വിറ്റ്നെ യു ടെസ്റ്റ് എന്നുള്ളത്. സോ നമ്മൾ 2 ഗ്രൂപ്പിൻ്റെ മീഡിയൻസും മീൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് സ്കോഴ്സ്, മെയിൽസും ഫീമെയിൽസും തമ്മിലുള്ള ടെസ്റ്റ് സ്കോഴ്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ടെസ്റ്റിംഗ് ഇഫ് മെയിൽ ആൻഡ് ഫീമെയിൽ എംപ്ലോയീസ് ഹാവ് ഡിഫറെൻറ്റ് മീഡിയൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ സ്കോഴ്സ്. സോ ഇവിടെ നമുക്ക് മെയിലിനാണോ ഫീമെയിൽ എംപ്ലോയീസിനാണോ ജോബ് സാറ്റിസ്ഫാക്ഷൻ സ്കോറിൽ, അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ സ്കോറിൽ ഡിഫറൻസ് ഉണ്ടോ, മെയിൽ ആൻഡ് ഫീമെയിൽ എംപ്ലോയീസിൽ അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ മീഡിയൻ സ്കോർസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മാൻ വിറ്റ്നെ യു ടെസ്റ്റ് യൂസ് ചെയ്യാം. സോ അവിടെ 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ എംപ്ലോയീസ് ഉണ്ട്. അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ സ്കോറുകളിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് മാൻ വിറ്റ്നെ യു ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇനി എന്തൊക്കെ കണ്ടീഷൻസാണ് മാൻ വിറ്റ്നെ യു ടെസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഒബ്സർവേഷൻ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ മറ്റേ പാരാമെട്രിക് ടെസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒബ്സർവേഷൻസ്, ഡാറ്റകൾ എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, നെവർ ഡിപ്പെൻഡൻറ്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡാറ്റ ഷുഡ് ബി ഓർഡിനൽ ഓർ കണ്ടിന്യൂസ് ബട്ട് നോട്ട് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ഇവിടെ ഒന്നെങ്കിൽ മാൻ വിറ്റ്നെ യു ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡിനൽ ഡാറ്റ ആവണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് അല്ലേ, ഡിസ്ക്രീറ്റ് ആവരുത്, കണ്ടിന്യൂസ് ആവണം എന്ന് പാരാമെട്രിക്കിൽ. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് കണ്ടിന്യൂസ്
കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിലും ബട്ട് നോട്ട് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്, ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലാത്ത കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, മാൻ വിറ്റിനെ യു ടെസ്റ്റ് യൂസ് ചെയ്യുക. സോ ഇവിടെ ഓർഡിനൽ ഫോമിലോ കണ്ടിന്യൂസ് ഫോമിലോ ഉള്ള ഡാറ്റനെ നമുക്ക് മാൻ വിറ്റിനെ യു ടെസ്റ്റിൽ യൂസ് ചെയ്യാം. പക്ഷേ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലാത്ത ഓർഡിനൽ കണ്ടിന്യൂസ് ഡാറ്റനെയാണ് നമ്മൾ മാൻ വിറ്റിനെ യു ടെസ്റ്റിൽ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താ? ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് മാൻ വിറ്റിനെ യു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്കോർ കിട്ടുമല്ലോ, അതിനെയാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയാം. ഓക്കെ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, അതായത് ഇപ്പോൾ നമ്മൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്റർ ആർ വെച്ചിട്ടൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാറില്ലേ. ആർ ഇസ് ഇക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. സോ അതേപോലെ യു ഈസ് ഇക്വൽ ടു മാൻ വിറ്റിനെ യു ടെസ്റ്റ് യു കണ്ടില്ലേ, യു ഈസ് ഇക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടെസ്റ്റ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുക. സോ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് വാല്യൂ, മാൻ വിറ്റിനെ യു ടെസ്റ്റിലെ ആ യു വാല്യൂ ക്രിറ്റിക്കൽ വാല്യൂവിനേക്കാളും ചെറുതാണ് എന്നുണ്ടെങ്കിൽ, if the test statistic u value is less than critical value, reject null hypothesis that indicate there is a difference between the groups. അതായത് നമ്മളുടെ ക്രിറ്റിക്കൽ വാല്യൂ യു വാല്യൂവിനേക്കാളും വലുതാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യു വാല്യൂ ക്രിറ്റിക്കൽ വാല്യൂവിനേക്കാളും ചെറുതാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പ് മീഡിയൻസ് തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. സോ നമ്മൾ നൾ ഹൈപ്പോത്തിസിസിനെ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഇനി ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ വരിക കേട്ടോ. സോ ഇവിടെ ക്രിറ്റിക്കൽ വാല്യൂ വലുതാണ് വെൻ കമ്പയർഡ് ടു യു വാല്യൂ, റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ്, അവിടെ ഗ്രൂപ്പുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്രുസ്കൽ വാലീസ് ടെസ്റ്റ്, ക്രുസ്കൽ വാലി ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ക്രുസ്കൽ വാലീസ് ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ നോൺ പാരാമെട്രിക് ടെസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളതാണ്. അപ്പം ഇവിടെ ഈ നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റിൻ്റെ ആൾട്ടർനേറ്റീവ് ആണ് മാൻ വിറ്റിനെ യു ടെസ്റ്റ്. എന്നാൽ പാരാമെട്രിക്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അനോവൻ്റെ ആൾട്ടർനേറ്റീവായിട്ട് നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതാണ് ക്രുസ്കൽ വാലീസ് ടെസ്റ്റ്. ഇറ്റ് ഈസ് എ നോൺ പാരാമെട്രിക് ഓൾട്ടർനേറ്റീവ് ടു അനോവ. അനോവൻ്റെ ഒരു നോൺ പാരാമെട്രിക് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവാണ് ക്രുസ്കൽ വാലീസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കറിയാം അനോവ എന്ന് പറയുമ്പോൾ 3 or more ഗ്രൂപ്പ്സിൻ്റെ കമ്പാരിസൺ ആണ്. സോ ഇവിടെ കമ്പയേഴ്സ് ദ മീഡിയൻസ് ഓഫ് 3 or more ഗ്രൂപ്പ്സിൻ്റെ മീഡിയൻസ് തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ നോക്കുകയാണ്. സോ അനോവൻ്റെ നോൺ പാരാമെട്രിക് ഓൾട്ടർനേറ്റീവാണ് ക്രുസ്കൽ വാലീസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ടെസ്റ്റിംഗ് ഇഫ് മീഡിയൻ ഇൻകം ഡിഫേഴ്സ് അക്രോസ് ത്രീ ഡിഫറെൻറ്റ് സിറ്റീസ്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു സിംഗിൾ ഫാക്ടറാണ് നമ്മൾ നോക്കുന്നത്, ഇൻകം എന്നുള്ളത്. എമംഗ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, 3 ഡിഫറെൻറ്റ് സിറ്റീസ് ഉണ്ട്. സോ ഇവരുടെ ഇൻകത്തിൻ്റെ മീഡിയൻസ് തമ്മിൽ എന്തുണ്ടോ, ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് ക്രുസ്കൽ വാലീസ് ടെസ്റ്റിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഒബ്സർവേഷൻ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്സർവേഷൻസ് എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഓർഡിനൽ. നമ്മൾ ഇതിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും, അതിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കണം, ഓർഡിനൽ ഫോമിലായിരിക്കണം ഡാറ്റ ഉണ്ടായിരിക്കേണ്ടത്. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഓർഡിനൽ ലെവലിലെങ്കിലും എന്തായിരിക്കണം, ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കേട്ടോ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഓർഡിനൽ ലെവൽ. ഓക്കെ, ദെൻ ഇൻ്റർപ്രിട്ടേഷൻ എന്താ, ഇഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ നമ്മൾ ക്രുസ്കൽ വാലീസിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിനെ ഡീമിനോട്ട് ചെയ്യുക എച്ച് എന്ന്, ക്യാപിറ്റൽ ലെറ്റർ എച്ച് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ എച്ച് വെച്ചിട്ടാണ്. സോ ഇഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ വാല്യൂ, റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ്, അവിടെ എന്തുണ്ട്, ഗ്രൂപ്പുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സോ നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എച്ച്
ക്രിറ്റിക്കൽ വാല്യൂവിനേക്കാളും വലുതാണ് എന്നുണ്ടെങ്കിൽ റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ് അവിടെ ഗ്രൂപ്പുകൾ തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. സോ ഇതാണ് ഇൻ്റർപ്രിട്ടേഷൻ വരിക. അപ്പോൾ ഓരോന്നിലും ഡിഫറെൻ്റ് ആണ്. ഇവിടെ യു വാല്യൂ ക്രിറ്റിക്കൽ വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിലാണ് നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ക്രിറ്റിക്കൽ വാല്യൂവിനേക്കാളും എച്ച് വാല്യൂ വലുതാണ് എന്നുണ്ടെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യാണ്. അതായത് ഗ്രൂപ്പുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് കൈ-സ്ക്വയർ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ കൈ-സ്ക്വയർ ടെസ്റ്റ് പൊതുവേ നമ്മൾ കാറ്റഗോറിക്കൽ ഡാറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കാറ്റഗോറിക്കലായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകൾ തമ്മിൽ അല്ലെങ്കിൽ ആ വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റ് ചെയ്യുക. സോ യൂസ്ഡ് ഫോർ കാറ്റഗോറിക്കൽ ഡാറ്റ. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ കാറ്റഗോറിക്കൽ ഡാറ്റയാണ്. സോ ആ ഡാറ്റ അല്ലെങ്കിൽ ആ വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ടെസ്റ്റിംഗ് ഇഫ് ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന 2 കാറ്റഗറീസ് ഇൻഫ്ലുവൻസസ് ചോയ്സ് ഓഫ് എ കാരിയർ. നമ്മളിപ്പം ഒരു കാരിയർ ചൂസ് ചെയ്യുന്നതിൽ മെയിൽസ് ഫീമെയിൽ ജെൻഡറിന് ഇൻഫ്ലുവൻസ് ഉണ്ടോ? അപ്പം കാരിയർ എന്ന് പറയുമ്പോൾ പല ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടാവും. ഡോക്ടർ, എഞ്ചിനീയർ, ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരുപാടുണ്ടാവും. സോ ഇത് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് എന്തിനു പറയാൻ പറ്റും? ഇവിടെ കാറ്റഗോറിക്കൽ ഡാറ്റേനെയാണ് ടെസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ ഇവർ തമ്മിലുള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. സോ ഇവിടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് കൈ-സ്ക്വയർ ടെസ്റ്റിൽ നമ്മൾ നോക്കേണ്ടത്? ഒബ്സർവേഷൻ മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ ഡാറ്റകൾ എന്തായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ആൻഡ് ഡാറ്റ മസ്റ്റ് ബി ഇൻ ദ ഫോം ഓഫ് ഫ്രീക്വൻസീസ് ഓർ കൗണ്ട്സ്. സോ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എങ്ങനത്തെ ഡാറ്റയാണ്? ഫ്രീക്വൻസി ഡാറ്റ അല്ലെങ്കിൽ കൗണ്ട്സ്, ഓരോന്നിനും കൗണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, ഫ്രീക്വൻസി റെപ്രസെൻ്റ് ചെയ്യുന്ന ഡാറ്റകളാവണം. ഓക്കെ, ദെൻ ഇൻ്റർപ്രിട്ടേഷൻ എന്താ? കൈ-സ്ക്വയർ ടെസ്റ്റിന് നമ്മൾ കൈ-സ്ക്വയർ ഒരു എക്സ് ഒന്ന് ചരിച്ചിട്ടിട്ടുള്ള ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. കൈ-സ്ക്വയർ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. സോ കൈ-സ്ക്വയർ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ കൈ-സ്ക്വയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൈ-സ്ക്വയർ എന്ന് വെച്ചിട്ടാണ്. സോ അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ക്രിറ്റിക്കൽ വാല്യൂവിനേക്കാളും വലുതാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൈ-സ്ക്വയർ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ വാല്യൂ, റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ്. അതിനർത്ഥം വേരിയബിൾസ് തമ്മിൽ എന്തുണ്ട്? റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ 2 വേരിയബിൾസും റിലേറ്റഡ് ആണ് നമുക്ക് പറയാൻ പറ്റും. സോ ഇഫ് ദ ക്രിറ്റിക്കൽ വാല്യൂ കൈ-സ്ക്വയർ വാല്യൂ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിനേക്കാളും ചെറുതാണ് എന്നുണ്ടെങ്കിൽ റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ്, അതായത് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, റിലേറ്റഡ് ആണ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ 3 നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് നമുക്ക് പറയാനുള്ളത്. മാൻവെറ്റിന് യു ടെസ്റ്റ്, ദെൻ ക്രിസ്കൽ വാലി ഓർ ക്രിസ്കൽ വാലീസ് ടെസ്റ്റ്, കൈ-സ്ക്വയർ ടെസ്റ്റ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു മെയിൻ കമ്പാരിസൺ ആണ്, അതിലൊരു സമ്മറൈസ്ഡ് ഒരു കമ്പാരിസൺ ടേബിളാണ് ഇവിടെ പറയുന്നത്. സോ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സും അതേപോലെ തന്നെ പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിൻ്റെ കമ്പാരിസൺ ആണ്. സോ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റിൽ എന്തായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ഇവിടെ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഇപ്പോൾ നമ്മളെ ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിലാണ് പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യുക. ഇനി പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചോ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ടൊന്നും ഇൻഫർമേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടൊന്നും അസംഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? നോൺ പാരാമെട്രിക് ടെസ്റ്റിൻ്റെ ഫീച്ചറായിട്ട് പറയാൻ പറ്റും. സോ ഇവിടെ പാരാമെട്രിക്കലി നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് അസംഷൻസ് ഒന്നും ഇല്ല. ഇനി ഡാറ്റ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ഇൻ്റർവെൽ അല്ലെങ്കിൽ റേഷ്യോ ഫോമിലായിരിക്കും. ഇനി നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഓർഡിനൽ അല്ലെങ്കിൽ നോമിനൽ ഫോമിലായിരിക്കും. ഇതിൽ കുറച്ചും കൂടെ ഇൻ്റർവെൽ കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ ഓർഡർ ആയിട്ടുള്ള സ്കെയിലാണ് ഇൻ്റർവെൽ ഓർ റേഷ്യോ. നോൺ പാരാമെട്രിക്കിൽ ഓർഡിനൽ നോമിനൽ ഫോമിലുള്ള ഡാറ്റേനെ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി സാമ്പിൾ സൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാർജ് സാമ്പിളിൻ്റെ കേസിലാണ് പാരാമെട്രിക്. കുറച്ചും കൂടെ സ്മോൾ സാമ്പിൾ ആവുന്ന സമയത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അക്യുറസി എടുത്ത്
നമ്മൾ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റിൻ്റെ ഒരു അക്യുറസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ പവർഫുൾ വെൻ അസംഷൻസ് ആർ മീറ്റ്. ഇപ്പോൾ പാരാമെട്രിക്കിൻ്റെ കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്, അത് മീറ്റ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ടെസ്റ്റാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ് അത്രത്തോളം ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഇനി പാരാമെട്രിക് ടെസ്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞ ടി ടെസ്റ്റ് പറഞ്ഞു, അനോവ, ലീനിയർ റിഗ്രഷൻ, ഇതൊക്കെ നമുക്ക് പാരാമെട്രിക് ടെസ്റ്റിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി ക്രിസ്കൽ വാലിസ് ടെസ്റ്റ്, മാൻവിറ്റിനെ-യു ടെസ്റ്റ്, കൈസ്കർ ടെസ്റ്റ്, ഇനി ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്കിൽ പറയാനുള്ളത്. എക്സാമിന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഓൾ.